ലേണിംഗ് അഖില മിസ് ആണ്. സോ യെസ്, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതിനകത്തുള്ള കുറെ പുതിയ പുതിയ കോൺസെപ്റ്റ് ഒക്കെ ഓൾറെഡി മക്കൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇതിനകത്തുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത ഈ ഒരു ചാപ്റ്ററിൽ മാത്രമല്ല, ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആയിക്കോട്ടെ, ഇനി ഹയർ ക്ലാസ്സിൽ പോകുമ്പോൾ ആയിക്കോട്ടെ, എവിടെയും നമുക്ക് ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ് യെസ് നമ്മുടെ സ്വന്തം വാലൻസി അല്ലെ. അപ്പൊ എന്താണ് വാലൻസി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടേം ഒരുപാട് തവണ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടായിരിക്കും ഓൾറെഡി പല രീതിയിൽ. സോഡിയത്തിന്റെ വാലൻസി, ഹൈഡ്രജന്റെ വാലൻസി, അല്ലെങ്കിൽ എന്താണ് ഹീലിയത്തിന്റെ വാലൻസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ പോലും ഇത് എന്താണ് സംഭവം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ആറ്റത്തിന്റെ വാലൻസി പറയുന്നത് എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോൺസെപ്റ്റിന്റെ ആ ഒരു ഐഡിയ മക്കൾക്ക് കിട്ടും. എവിടെയും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. സോ വാലൻസി എന്താണ്, അതിന്റെ ഡെഫിനിഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇത് എന്താ സംഭവം, കപ്പാസിറ്റി ഓഫ് എൻ ആറ്റം ടു ഗിവ് accept or share electrons. എന്തിനു വേണ്ടിയിട്ടാണ്, ടു അച്ചീവ് ദ ഒക്ടറ്റ് സ്റ്റേറ്റ് അല്ലെ. അപ്പൊ ആകെപ്പാടെ കൺഫ്യൂഷൻ ആയി. ചില ആളുകൾക്കെങ്കിലും അറിയാം എന്താണ് ഒക്ടറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം. യെസ്, നമ്മുടെ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവർ സ്റ്റേബിൾ ആവുന്നത് എപ്പോഴാ, നമ്മൾ എല്ലാവരും പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്, നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ, നമുക്ക് നമ്മുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി വേണം. അതാണ് നമ്മുടെ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒരുപാട് പാഷൻ ഉണ്ടായിരിക്കും, നമുക്ക് ഒരുപാട് ആംബിഷൻ ഉണ്ടായിരിക്കും. ഇതൊക്കെ കൊണ്ട് നമ്മൾ എത്തിക്കണം എവിടെയാണ്, നമുക്ക് സ്റ്റേബിൾ ആയിട്ട് മാറണം എന്നുള്ളതാണ് അല്ലെ. അത് നമ്മുടെ ആഗ്രഹിച്ച രീതിയിലാവണം എന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ ഇങ്ങനെ സ്റ്റേബിൾ ആവാൻ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് എപ്പോഴാണ് നടക്കുന്നത്, ഒക്ടറ്റ് സ്റ്റേറ്റ് കിട്ടുമ്പോഴാണ് അല്ലെ. എന്താണ് ഈ ഒക്ടറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുമില്ലടാ മക്കളെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ആറ്റം എന്ന് പറയുന്ന സമയത്ത് അതിന്റെ കയ്യിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും അല്ലെ. ഈ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഓരോ ഷെല്ലിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കെ ഷെല്ലുണ്ട്, എൽ ഷെല്ലുണ്ട്, എം ഷെല്ലുണ്ട് അല്ലെ. ഇങ്ങനെ ഓരോ ഷെല്ലിലായിട്ട് ഓരോ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യാണ്, പോയിരിക്കുകയാണ് അല്ലെ. ഓരോന്നിന്റെ പൊസിഷൻ അവിടെയാ വരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ രണ്ട് എലമെന്റ്സ് ഒഴിച്ചിട്ട്, അതായത് നമ്മുടെ ഹൈഡ്രജനും ഹീലിയവും ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അവരുടെയൊക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ല്, അത് ഏത് ഷെല്ലായിക്കോട്ടെ, എൽ ആയിക്കോട്ടെ, എം ആയിക്കോട്ടെ, ഏത് ഷെല്ലാണെങ്കിലും ശരി, അവിടെയൊക്കെ എത്ര ഇലക്ട്രോൺ ആവുക എന്നുള്ളതാണ്, 8 ഇലക്ട്രോൺ ആവുക എന്നുള്ളതാണ്. എല്ലാവരുടെയും ഇഷ്ടം ഇതാണ്. കാരണം അങ്ങനെ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവർക്ക് കെമിക്കൽ റിയാക്ഷനിൽ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട, ഇവർക്ക് ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആൾക്കാർ. കാരണം ഇവർക്കൊക്കെ എന്താണ്, ഔട്ടർ മോസ്റ്റ് ഷെൽ, അതായത് ഏറ്റവും പുറത്തുള്ള ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. സോ അവർക്ക് എന്താണ്, ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, ഇങ്ങനെ ഇവരുടെ പുറത്തുള്ള ഷെല്ല് ഏതാണോ അതിനകത്ത് 8 ഇലക്ട്രോൺസ് ആക്കാനായിട്ട് ഇവരിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ മിസ് പറഞ്ഞൊരു വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആദ്യത്തെ 2 ആളുകൾ ഒഴികെ, ഹൈഡ്രജനും ഹീലിയവും ഒഴികെ എന്നല്ലേ. വൈ, എന്തുകൊണ്ടാ, ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും ഒക്കെ കേസിൽ ഇവർക്ക് ആകെ ഏത് ഷെല്ല് മാത്രമേ ഉള്ളൂ, ഇവർക്ക് ആകെ കെ ഷെല്ല് മാത്രമേ ഉള്ളൂ. അപ്പൊ കെ ഷെല്ലിനകത്ത് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. സോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എത്ര മതി, 2 ഇലക്ട്രോൺ മതി. എന്തിനു വേണ്ടിയിട്ട്, സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ബാക്കി എല്ലാ ഷെല്ലുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലെ, അവർക്കൊക്കെ എത്രയാണ്, 8 വേണം. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റെബിലിറ്റിയുടെ കാര്യം പറയുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ കെ ഷെല്ല് മാത്രമുള്ളവരാണെങ്കിൽ, ഹൈഡ്രജൻ ഹീലിയം ഒക്കെ ആണെങ്കിൽ 2 ആക്കാൻ വേണ്ടി നോക്കൂ അല്ലെ. ഈ പറയുന്ന നമ്മളുടെ എന്താണ്, ബാക്കിയുള്ള ആളുകളൊക്കെ എന്താക്കാൻ നോക്കും, പുറത്ത് 8 തികയ്ക്കാൻ നോക്കും. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യും, ചിലപ്പോൾ ഇലക്ട്രോണിനെ ഇവർ എന്ത് ചെയ്യും, ഡൊണേറ്റ് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് തരുവാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇവർ ഇങ്ങോട്ടേക്ക് വാങ്ങിക്കും അല്ലെ, ആക്സെപ്റ്റ് ചെയ്യും. ഇതൊന്നും അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യും, ഇവർ ഷെയർ ചെയ്യും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വാലൻസി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ വാലൻസി എന്ന് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഓരോ ആറ്റത്തിന്റെ വാലൻസി കണ്ടുപിടിക്കുന്നത്, അതാണ് പ്രാക്ടിക്കലി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് 1 by 1 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളെ നോക്കാം. അപ്പൊ ആദ്യം തന്നെ എന്റെ മക്കൾ നോക്കേണ്ടത് സോഡിയത്തിനെയാണ് അല്ലെ. അപ്പൊ സോഡിയം എന്ന് പറയുന്ന സമയത്ത് യെസ്, അറ്റോമിക് അല്ലെ, ഈ പറയുന്ന സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, 11 ആണ്. അപ്പൊ അറ്റോമിക് നമ്പർ 11 എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നാണ് അത് അർത്ഥമാക്കുന്നത്, 11 ഇലക്ട്രോൺ ഉണ്ട് എന്നാണ്. സോ സോഡിയത്തിന്റെ കയ്യിൽ ഇപ്പൊ ടോട്ടൽ 11 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. ഈ 11 ഇലക്ട്രോൺസും ഒരൊറ്റ
ഒറ്റയടിക്ക് ഒരു ഷെല്ലിൽ പോയിട്ട് ഇരിക്കുകയല്ല ചെയ്യുന്നത്, അത് ഓരോരോ ഷെല്ലായിട്ടല്ലേ അക്കോമഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? 2 ഇലക്ട്രോൺസ് അല്ലെ. അത് കഴിഞ്ഞിട്ടുള്ള ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്. അപ്പൊ എത്രയായി? 10 ആയിട്ടേ ഉള്ളൂ. അതും കഴിഞ്ഞിട്ടുള്ള ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ്? 1 ഇലക്ട്രോൺ. അതാണ് ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം? 281 എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോൺ ആണ്? 1 ഇലക്ട്രോൺ ആണ് അല്ലെ. അപ്പൊ ഇത് സ്റ്റേബിൾ ആണോ? ഒരിക്കലും അല്ല. ഇത് സ്റ്റേബിൾ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാനടാ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഹൈഡ്രജനോ ഹീലിയോ ഒഴിച്ച് ബാക്കി എല്ലാവരും സ്റ്റേബിൾ ആവുന്നത് ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ല് നോക്കുമ്പോൾ എത്ര ഇലക്ട്രോണേ പാടുള്ളൂ? 8 ഇലക്ട്രോണേ പാടുള്ളൂ. അപ്പൊ ഇതിന്റെ മുന്നിൽ 2 വഴിയുണ്ട്. എന്താ ഇതിന്റെ മുമ്പിലുള്ള 2 വഴി? ഒന്നെങ്കിൽ ഇത് എന്ത് ചെയ്യണം എന്നറിയോ? ഈ 1 ഇലക്ട്രോണിന് ആർക്കെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം? ഡൊണേറ്റ് ചെയ്യണം. ഒരു ഇലക്ട്രോണിന് ആർക്കെങ്കിലും കൊടുത്ത് ഒഴിവാക്കുക. നമ്മളെ കയ്യിൽ വേണ്ട. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഇതിന്റെ കയ്യിൽ പിന്നെ 28 എന്ന് പറയാം നമുക്ക് അല്ലെ. അങ്ങനെ അങ്ങ് ഒഴിവാക്കുക. അതല്ലെങ്കിൽ ഇതിനുള്ള ഒരു വഴി എന്ന് പറയുന്നത് 7 ഇലക്ട്രോൺ അല്ലെ, 7 ഇലക്ട്രോൺ ആരെങ്കിലും എന്ത് ചെയ്യണം? ദാ ഇതിന് ഡൊണേറ്റ് ചെയ്യണം അല്ലെ. ഇതിന് ആരെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കണം. ഇത് റെഡിയാണ് ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ആരെങ്കിലും കൊടുക്കുവോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ പൈസയുടെ കാര്യമൊക്കെ ആലോചിച്ചോട്ടെ. കുഞ്ഞു പൈസയൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ കൊടുക്കും വാങ്ങും അല്ലെ. വലിയ എമൗണ്ട് ഒക്കെ ആവുന്ന സമയത്ത് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നുമില്ല, നമ്മൾ അങ്ങനെ കൊടുക്കാറുമില്ല. സത്യമല്ലേ മിസ് പറയുന്നത്? വാങ്ങിക്കാനും പേടി തന്നെയാണ് അല്ലെ. സോ എപ്പോഴും നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, വലിയ നമ്പേഴ്സ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? വാലൻസി ആയിട്ട് നമ്മൾ കണക്കാക്കരുത്. ബിക്കോസ് എപ്പോഴും നമുക്ക് 2 ഓപ്ഷൻ കിട്ടും, എന്തായാലും കിട്ടും. കാരണം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ നമ്പർ നോക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് 2 ഓപ്ഷൻ വരും. അപ്പൊ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഓർത്തു വെക്കുക, ഇപ്പൊ 1ഉം 7ഉം ആണല്ലേ. 1 കൊടുക്കാം അല്ലെങ്കിൽ 7 വാങ്ങാം. അപ്പൊ 7 ആരെങ്കിലും ഇവര് കൊടുക്കുവോ? ഇല്ല. വലിയ നമ്പർ നിങ്ങൾ നോക്കുക വേണ്ട. സോ ചെറിയ നമ്പർ ആയിരിക്കും എപ്പോഴും എന്തായിട്ട് വരുന്നത്? അതിന്റെ വാലൻസി ആയിട്ട് വരുന്നത്. അപ്പൊ ഇതൊരു കെമിക്കൽ റിയാക്ഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക? എപ്പോഴും ആ ഒരു ഇലക്ട്രോണിനെ അങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യും. അത് ആരെങ്കിലും ഒക്കെ വാങ്ങിക്കോളും. ആവശ്യമുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ചെറിയ നമ്പർ അല്ലേ. എന്നിട്ട് ഇത് എന്ത് ചെയ്യും? സ്റ്റേബിൾ ആയിട്ട് മാറാൻ വേണ്ടി നോക്കുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഈ ഒരു കാര്യമാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തൊരാളെ നോക്കിയേ നിങ്ങൾ. അടുത്തൊരാളെന്ന് പറയുന്നത് ഇപ്പൊ സോഡിയത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ സോഡിയത്തിന്റെ ഒരു ഫ്രണ്ട് ആണ് നമ്മുടെ ക്ലോറിൻ കേട്ടോ. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. അപ്പൊ നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിയേ. 287 എന്ന് വരും അല്ലെ. അപ്പൊ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം നമുക്ക് കിട്ടി. എത്രയാണ്? 7 ആണ്. അപ്പൊ ഇതിനും എന്താണ്? 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? 1 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യണം. ആരെങ്കിലും കൊടുക്കുന്നത് വാങ്ങിക്കണം. അതല്ലെങ്കിലോ ഈ 7 ഇലക്ട്രോൺ ഇത് എന്ത് ചെയ്യണം? ആർക്കെങ്കിലും കൊടുക്കണം. അപ്പൊ 7 ഇലക്ട്രോണിന് ആരെങ്കിലും കൊടുക്കും? അങ്ങനെ ആരും കൊടുക്കില്ല അല്ലെ. അപ്പൊ ചെറിയ നമ്പർ ചൂസ് ചെയ്യണമെന്ന് മിസ് പറഞ്ഞില്ലേ. സോ ഇവിടുത്തെ നമ്മുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ആരുടെ അടുത്തെങ്കിലും എന്ത് ചെയ്യാന്നുള്ളതാണ്? 1 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ഇതിന്റെ വാലൻസി എത്രയായിരിക്കും? ഇത് എത്രയാണോ ഇലക്ട്രോൺ അല്ലെ, നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ നമ്പർ അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ നമ്പർ ആണ് എന്താ? വാലൻസി എന്ന് പറയുന്നത്. ഇപ്പൊ സോഡിയം 1 ഇലക്ട്രോൺ ആണ് എന്ത് ചെയ്തത്? ഒഴിവാക്കിയതാണ് അല്ലെ, കൊടുത്തതാണ്. അപ്പൊ അതാണ് ഇതിന്റെ വാലൻസി. ക്ലോറിന്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. പക്ഷേ ക്ലോറിൻ എന്താ ചെയ്തത്? 1 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്തത്. സോ അതെന്താണ്? 1 ആണ് അതിന്റെ എന്താ? വാലൻസി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമ്പൗണ്ട് മിസ് പറഞ്ഞുതരാം. NaCl, നമ്മുടെ സോഡിയം ക്ലോറൈഡ് അല്ലെ. സോഡിയം ക്ലോറൈഡ് എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ഇതാ നോക്കിയേ നിങ്ങളെ. സോഡിയത്തിന്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞു, കേസ് 281 ആണ് അല്ലെ. അപ്പൊ ഈ 1 ഇലക്ട്രോൺ ഇത് എന്ത് ചെയ്യും? നമ്മുടെ ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് അങ്ങോട്ട് ഇവിടേക്ക് അങ്ങോട്ട് കൊടുക്കും അല്ലെ. അപ്പൊ 288 ആയി. ക്ലോറിനും ഹാപ്പി ആയി. 28 ആയിട്ട് നമ്മുടെ സോഡിയവും ഹാപ്പി ആയി. അങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് ഒക്കെ ഫോം ചെയ്യുന്നത്. അപ്പൊ രണ്ടിന്റെയും വാലൻസി മനസ്സിലായില്ലേ മക്കൾക്ക്? ഇത് ഏതിലും നമുക്ക് ആപ്ലിക്കബിൾ ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഓക്സിജന്റെ കേസ് നോക്കിയേ. ഓക്സിജന്റെ കയ്യിൽ എത്രയാണ്? അറ്റോമിക് നമ്പർ 8 ആണ്. അതായത് 8 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് 26 എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലെ. 26 എന്നാണ് വരുന്നത്. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോണേ ഉള്ളൂ. ആ 6 ഇലക്ട്രോൺ വെച്ചുകൊണ്ട് ഇതിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ ഇത് എന്ത് ചെയ്യണം? ഒക്ടേറ്റ് സ്റ്റേറ്റ് ആയോ? ഇല്ല. അപ്പൊ അത് എന്ത് ചെയ്യണം? 2 ഇലക്ട്രോൺ കൂടെ അതിനെന്താണ്? ആവശ്യമുണ്ട്. സോ അതിന്റെ വാലൻസി എത്രയായിരിക്കും? 2 ആയിരിക്കും. ക്ലിയർ? അപ്പൊ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞു വെക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മിസ് അടുത്തൊരാളെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കാർബൺ ആണ്. കാർബണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 2,4 അല്ലെ. അപ്പൊ നിങ്ങൾ ഇവിടെ ആലോചിക്കും 2,4. അപ്പൊ കാർബണിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെന്താണ് ഈ പറയുന്ന രീതിയിൽ ഒക്ടേറ്റ് സ്റ്റേറ്റ് ആയിട്ടില്ല. അങ്ങനെ ആവണമെങ്കിൽ ഇതിന് എത്ര ഇലക്ട്രോൺ കൂടെ ആവശ്യമുണ്ടടാ? 4 ഇലക്ട്രോൺ കൂടെ ആവശ്യമുണ്ട് അല്ലെ. ആ 4 ഇലക്ട്രോൺ ഇത് എവിടുന്നാ കിട്ടുന്നത്?
എവിടുന്നാ കിട്ടുന്നത്? ദാ നിങ്ങൾക്ക് മറ്റൊരു പിക്ചർ മിസ് കാണിച്ചു തരാം. ദാ നോക്കിയേ നിങ്ങള്, കാർബൺ എന്ന് പറയുന്ന ഒരാള് അല്ലെ, ഇയാളുടെ കയ്യിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ല് നോക്കിയാൽ മതി, നമ്മള് 4 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പൊ ഇയാൾ ഇതാ ഹൈഡ്രജനുമായിട്ട് ചേരുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ഇതാ കണ്ടോ, ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ 4 ഇലക്ട്രോണിനാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്യുന്നത്. സോ ഇതിന്റെ വാലൻസി എത്രയായിരിക്കും? 4 ആയിരിക്കും. കാരണം 4 എണ്ണത്തിന് ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കാർബണിന്റെ ചുറ്റും എത്ര എണ്ണം ആവുകയാണ്? നമ്മൾ നോക്കുന്ന സമയത്ത്, റിസൾട്ട് നോക്കുന്ന സമയത്ത് 8 ഇലക്ട്രോൺസ് ആവുകയാണ്. സോ ഇത് ഹാപ്പിയാണ്. ഹൈഡ്രജന്റെ കയ്യിലാണെങ്കിൽ നമുക്കറിയാം 1 ഇലക്ട്രോണേ ഉള്ളൂ. പക്ഷെ ഹൈഡ്രജന് 8 ഇലക്ട്രോൺ ആവശ്യമുണ്ടോ ഒരു ഹൈഡ്രജന്? ഇല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു കെ ഷെല്ല് മാത്രമേ ഉള്ളൂ, 2 ഇലക്ട്രോൺ മതി അല്ലേ. അപ്പൊ ഇത് ഈ പറയുന്ന ഓരോ ഹൈഡ്രജനും ഇതാ ഓരോ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുമ്പോൾ ഹൈഡ്രജനും ഹാപ്പി, 2 ഇലക്ട്രോൺ കിട്ടി. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ വാലൻസി നമ്മൾ പറയേണ്ടത്. എന്റെ മക്കളെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇതിൽ ഏത് വേണമെങ്കിലും ആകാം. ഒന്നെങ്കിൽ എന്താണ്, ഡൊണേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺ, അല്ലെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന, ഗെയിൻ ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഇതൊന്നും അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക അല്ലെ. അപ്പൊ ഷെയർ ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ വാലൻസി എന്ന് പറയുന്നത്. ഒക്ടറ്റ് സ്റ്റേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഹൈഡ്രജനും ഹീലിയോ ആണെങ്കിൽ മാത്രം എന്താണ്, അതിന് 2 എണ്ണം മതി എന്ന് ഓർക്കുക. ബാക്കി എല്ലാവർക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറിയ നമ്പർ ഏതാണോ അത് നമ്മൾ ചൂസ് ചെയ്താൽ മതി. അതാണ് നമ്മുടെ എന്താ വാലൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? കെമിക്കൽ ഫോമുല എഴുതാൻ പഠിക്കുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ കെമിക്കൽ ഫോമുല കൃത്യമായിട്ട് എഴുതണമെങ്കിൽ വാലൻസി എന്താണ് എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ കറക്റ്റ് ആ റൂൾസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, കെമിക്കൽ ഫോമുലൊക്കെ എഴുതി പഠിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ മിസ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇപ്പൊ ഈ പറയുന്ന പോലെ കെമിക്കൽ എന്താണ്, ഈ നമ്മളിപ്പോ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ എഴുതുന്നുണ്ടല്ലോ, ഇതിലൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും ഇപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നെക്സ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്റെ മക്കൾ ആലോചിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല്, വാലൻസി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ മെഗ്നീഷ്യത്തിന്റെ കേസിൽ നിങ്ങൾ നോക്കിയാൽ, മെഗ്നീഷ്യത്തിന്റെ കേസിൽ 12 ആണ് അല്ലെ. മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. 282 ആണ് അതിന്റെ എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നിങ്ങൾ നോക്കി, ഔട്ടർ മോസ്റ്റ് ഷെൽ 8 ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. അപ്പൊ അതിന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ 2 ഇലക്ട്രോൺ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ 6 ഇലക്ട്രോൺ ആരുടെത്തെങ്കിലും എന്ത് ചെയ്യണം, മേടിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എപ്പോഴും ചെറിയ നമ്പർ ചൂസ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് ഇതിന്റെ വാലൻസി എത്രയാണെന്നുള്ളത് എന്റെ മക്കള് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. മറക്കാതെ കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും അടിപൊളിയായിട്ട്. യെസ്, ഒരു കാര്യം കൂടെ നിങ്ങൾ പറയണം. നമ്മുടെ വിദ്യാരംഭം ഓഫർ ഉണ്ടായിരുന്നു അല്ലെ. ആ ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ദീപാവലി ഒക്കെ വരും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഇതാ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ എന്താണ് സ്വന്തം നമ്മുടെ 9th CBSE മക്കൾക്കായിട്ടുള്ള ബാച്ച് ഉണ്ട് അല്ലെ. അപ്പൊ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ടോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ നിങ്ങൾ VDM15 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതല്ലെങ്കിൽ ഇതാ താഴെ കാണുന്ന നമ്മുടെ കോൺടാക്ട് നമ്പർ ഇല്ലേ, ആ നമ്പറിൽ ജോയിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. അടിപൊളിയായിട്ട് ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു ഓഫറോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുക, സുഖമായിട്ടിരിക്കുക. മിസ് പറഞ്ഞ കാര്യം മറക്കണ്ട. മെഗ്നീഷ്യത്തിന്റെ വാലൻസി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.